നമസ്കാരം. വിശേഷങ്ങൾ ഒട്ടും ആവശ്യമില്ലാത്ത സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ് ഫ്ലോറിൽ വിശേഷങ്ങളും രസങ്ങളുമെല്ലാം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം സ്വാമി. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിൽ ഒരുപാട് ചോദിക്കാനുള്ളതുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട്. പെട്ടെന്ന് തോന്നുന്നൊരു ഇത് മനുസ്മൃതി കത്തിക്കണം എന്നത് വലിയൊരു അജണ്ടയായിട്ട് നമ്മുടെ സമൂഹം കുറേ കാലമായിട്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്നതാണ്. മനുസ്മൃതി കത്തിച്ചാൽ എന്ത് മാറ്റം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് മനുസ്മൃതി കത്തിക്കുന്നതിൻ്റെ ഒരു ഹരം? ഈ മനുസ്മൃതി കത്തിക്കുന്നതിൻ്റെ ഒരു ഹരം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തൃശ്ശൂരാണല്ലോ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ മനുസ്മൃതി കത്തിക്കൽ ഒരു വലിയ സമരമായിട്ട് പ്രധാനമായിട്ട് ആദ്യം നടന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ കുറച്ച് യുക്തിവാദി പ്രസ്ഥാനങ്ങളും അന്നത്തെ ചില നക്സൽ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളും എല്ലാവരും ചേർന്നിട്ടാണ് ആ സമരം നിശ്ചയിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ സാമുദായിക പ്രശ്നമായേക്കുമോ എന്നുള്ള ഒരു ആകുലത ഭരണ സംവിധാനത്തിനുണ്ടാവുകയും ഇവരേതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ അപൂർവമായിട്ടുള്ള കോപ്പികൾ ചില പുസ്തകശാലകളിൽ ഉണ്ടായിരുന്നതൊക്കെ അവിടെ നിന്നൊക്കെ ലൈബ്രറിയിൽ നിന്നൊക്കെ മാറ്റുകയും ചെയ്തു. പോലീസ് കത്തിക്കാൻ കിട്ടരുത് എന്നുള്ളത്. അപ്പോൾ ഈ യുക്തിവാദികളും ഇവരൊക്കെ ഒത്തിരി യുക്തി കൂടിയ ആളുകളും പ്രായോഗികതയിലൊക്കെ വലിയ അഗ്രഗണ്യരുമായതുകൊണ്ട് ഒരു സമരം തുടങ്ങുന്ന അന്നാണ് മനുസ്മൃതി അന്വേഷിച്ച് നടക്കുന്നത്. കൂട്ടിയിട്ട് അധികം കുറച്ച് എണ്ണം വേണം അല്ലേ? ഒരെണ്ണം കൊണ്ടല്ല. അപ്പോൾ എവിടെ അന്വേഷിച്ചിട്ട് ഇവർക്ക് മനുസ്മൃതി കിട്ടാൻ അവസാനം ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി വാങ്ങിച്ചിട്ട് അതിന് മനുസ്മൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചട്ടയിട്ടിട്ട് മറ്റേ വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ ആർട്ടിസ്റ്റുകൾ ധാരാളം കൃത്യമായിട്ട് എഴുതാനൊക്കെ ആളുണ്ടാവും. അതാണ് അത് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ മാറ്റം ഉണ്ടാവും മനുസ്മൃതി കത്തിച്ച. എന്തെങ്കിലുമൊക്കെ കത്തിക്കണം. അന്ന് മനുസ്മൃതി ആക്കാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ അല്ലേ? അത് കത്തിക്കാൻ കിട്ടിയത് ശബ്ദധാരാവലി ഈ ശബ്ദധാരാവലി അല്ല, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആയിരുന്നു. അത് കത്തിച്ചു. അത് ഇതുപോലെ തന്നെ തൃശ്ശൂർ തന്നെ പഴയൊരു വിപ്ലവകാരി. അപ്പോൾ വിപ്ലവകാരികളെല്ലാവരും ഒരു കാലത്ത് ഈ വ്യവസ്ഥാപിത വിദ്യാഭ്യാസത്തിനെതിരായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സമരം ഉണ്ടായിരുന്നു. അവനവൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിന്നെ അവൻ പണിക്ക് പോകില്ല, സ്ഥിരമായിട്ട് രാഷ്ട്രീയ ബന്ധത്തിൽ കിട്ടും. അതെ, അത് കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് സമരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അണികളും സ്വന്തം സർട്ടിഫിക്കറ്റ് കത്തിച്ചപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കത്തിച്ചത് ഏതാവും തൃശ്ശൂരുണ്ട്. ശരിക്കും ബുദ്ധിജീവികളുള്ളത് തൃശ്ശൂരാണ്. അതെ. അപ്പം അങ്ങനെയൊക്കെ കത്തിക്കുന്നതിൻ്റെ ഫലം സമൂഹത്തിനും കിട്ടും അല്ലേ? ഒരു ചെറിയ മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചൂടൊക്കെ ഉണ്ടാവും അല്ലേ? അല്ല, ഈ രാമായണോ ഭഗവത്ഗീതയോ മഹാഭാരതമൊക്കെ കത്തിക്കുന്നതിന് പകരം ഈ മനുസ്മൃതിന് നേരെ പോകാനുള്ള എന്ത് ലോജിക്കായിട്ടുള്ളത്? അതൊരു മതത്തിൻ്റെ പുസ്തകമാണെന്ന് തോന്നിയിട്ടില്ല. അല്ല, അതിൽ എപ്പോഴും ചില സമയത്ത് ഇത് ഈ സമരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് വീടുകളിൽ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും രാമായണവും മഹാഭാരതവും ഒക്കെ കുറച്ചുകൂടി വൈകാരികമായിട്ട് അവരുടെ ഉള്ളിൽ സാന്നിധ്യമുള്ളതാണ്. സ്മൃതി ഗ്രന്ഥം എന്ന് പറയുന്നത്, മനുസ്മൃതി പ്രത്യേകിച്ചും കാലഹരണപ്പെട്ട ഇതാണ്. ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട് എന്നുള്ളത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 100 വർഷം കഴിയുമ്പോഴും സ്മൃതികൾ മാറും എന്നുള്ളതാണ്. അപ്പോൾ അതാത് കാലത്തെ ഒരു സാമൂഹിക നയമാണ്. അപ്പം നമ്മൾ തന്നെ ആധുനിക ചരിത്രത്തിൽ എത്രയോ സമയത്ത് പല പഴയ നിയമങ്ങളും മാറി. പണ്ട് ക്രൈമായിരുന്നത് പലതും ഇന്ന് ക്രൈമല്ല, പണ്ട് ക്രൈം അല്ലാതിരുന്ന പലതും ഇന്ന് ക്രൈമാണ്. അങ്ങനെയൊക്കെയുള്ള ഭരണഘടന ഒരുപാട് തവണ മാറ്റിയതല്ല. അതെ, അല്ല, അപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം സ്മൃതികളാണ്. അപ്പോൾ മറ്റുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകളുടെ വൈകാരിക തലത്തിൽ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രതിഫലനങ്ങൾ ചിലപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകൾ അവരുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് താരതമ്യേന അതായിട്ട് എന്തോ സാധനം എന്തോ ആയിക്കോട്ടെ, ശിവ എന്ന് പറഞ്ഞിരിക്കും ഇത് കേൾക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ സമരം ചെയ്തു എന്നുമായി, എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പം അതിനൊക്കെ പറ്റുന്ന സാധാരണഗതിയിൽ ഒരു പ്രതികരണം ഇല്ലാതെ സാധുവായിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലൊരാളുണ്ടെങ്കിൽ അയാളുടെ മേലെ കൈകാര്യം ചെയ്തിട്ടാണല്ലോ നാട്ടിലെ ഈ ചില സിനിമകളിലെ കൊച്ചിൻ ഖനീഫയെ പോലുള്ള വില്ലന്മാർ, അവർ കൊച്ചിൻ ഖനീഫ ചെയ്ത റോളുകൾ പോലുള്ള വില്ലന്മാരൊക്കെ ഞങ്ങളോട് മുട്ടണ്ട. അത് തന്നെ അതുപോലെ അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങൾ എനിക്ക് പലപ്പോഴും പലതും കാണുമ്പോൾ ചിരി വരാറുണ്ട്. അതിലിപ്പോൾ ഏറ്റവും അവസാനം ചർച്ച തുടങ്ങിയിട്ടുള്ള സാധനം FCR എന്ന് പറഞ്ഞ സാധനമാണ്, ഫോറിൻ റെഗുലേറ്ററി കൺട്രോൾ കോൺട്രിബ്യൂഷൻ എന്തുമാണ്. അപ്പോൾ അതെന്തായാലും വിദേശ ഫണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, പക്ഷേ ഇത്
മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രശ്നമുണ്ടാക്കുമെന്നും വിദേശത്ത് നിന്ന് ഫണ്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നാലും അതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ വേണമല്ലോ. എന്താ ഇവിടെ പ്രശ്നം? ആ നിയമത്തിൽ എന്താ പ്രശ്നം? ആ നിയമത്തിന് ഒരു പ്രശ്നവുമില്ല. ആ നിയമത്തിന് മാത്രമല്ല, ഇവിടെ ഇത്തരം ചർച്ചകൾ വന്ന പൗരത്വ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കാർഷിക നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആ നിയമമൊക്കെ കാലഘട്ടത്തിനും രാജ്യത്തിനും ജനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള നിയമങ്ങളാണ്. പക്ഷേ സഭ ഇക്കാലമത്രയും ഭാരത ചരിത്രത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് സമ്പത്തൊഴുക്കി ദൈന്യതയെ മുതലെടുത്തുകൊണ്ട് സംസ്കാരത്തിനും ദേശത്തിനും എതിരായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള ക്ഷുദ്രപ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാ കാലത്തും അത് ജീവകാരുണ്യം എന്ന് പറയുന്ന ഒരു ലേബലിൻ്റെ മറവിലാണ് ഈ കാര്യം മുഴുവൻ ചെയ്തിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും സഭയുടെ ആസ്തികൾ മുഴുവൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുമൊക്കെയാണ്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം ശക്തമായ രീതിയിൽ വന്നാൽ ഇവരുടെ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തികളൊക്കെ ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതൊക്കെ വെളിവാവും. അതായത് ദാരിദ്ര്യത്തിനെ ഉപയോഗിച്ച് ദൈന്യതയെ ഉപയോഗിച്ച് ഇങ്ങോട്ട് വന്നാൽ ദൈന്യതയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ തകർക്കുക, ഭാരതം എന്ന് പറയുന്ന ദേശത്തെ ശിഥിലമാക്കുക എന്നുള്ള പ്രോസസ്സാണ് ചരിത്രത്തിൻ്റെ എല്ലാ കാലത്തും സഭ തുടർന്നത്. അത് സഭ ഭാരതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ആഫ്രിക്കയിൽ അവിടുത്തെ ഇവർ പറയുന്നുണ്ട്, ഇവരാദ്യം വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും അവരുടെ കയ്യിൽ ബൈബിളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബൈബിളും അവരുടെ കയ്യിൽ ഭൂമിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ മേഖലയിലാണെങ്കിലും മാനവികതയുടെ മേഖലയിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിലാണെങ്കിലും എല്ലാ സമയത്തും ഇത്ര ജനവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, സഭയല്ലാതെ. സഭ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയാണ്, സംശയമൊന്നുമില്ല അല്ലേ? സെമിറ്റിക് മതങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ രൂപത്തിലുള്ള. അപ്പോൾ ഈ ഫണ്ടിൽ ചെറിയ നിയന്ത്രണം വന്നാൽ ഈ ദേശവിരുദ്ധത അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഒരു വിഷയം. സമാജത്തെ സേവിക്കാനാണ് ഇത് മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഒരു ആരാധനാലയമാണെങ്കിൽ ശരി, നിങ്ങളുടെ ആരാധനാലയങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മതത്തിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ സാമൂഹ്യ സേവനമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആശുപത്രി, ഭക്ഷണം കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പുതുക്കലിൻ്റെ പ്രശ്നമോ ഇറഗുലാരിറ്റിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സർക്കാർ ഏറ്റെടുക്കുന്നതിന് ഹിന്ദു കോളേജുകളും സ്കൂളുകളുമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ സർക്കാർ സ്കൂളുകളും എല്ലാ ഹോസ്പിറ്റലുകളും. സർക്കാർ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ പേരെങ്കിൽ പോലും ഇന്ന് തുടങ്ങിയത് ഒരു ഹിന്ദുവാണ്. എല്ലാം ഹിന്ദുക്കൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപൂർവമായിട്ട് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷേ രാജാക്കന്മാരും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ തുടങ്ങി വെച്ച മഹാത്മാക്കളും സന്യാസിമാരും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള വിദ്യാലയങ്ങളും ആതുരാലയങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ബഹുഭൂരിപക്ഷം സർക്കാർ വിദ്യാലയങ്ങളും ആശുപത്രികളും. അപ്പം ഞാൻ ഉത്തരാധികാരിയായിട്ടുള്ള കൊട്ടാരക്കര അവധൂതാശ്രമം, ആ അവധൂതാശ്രമം ആരംഭിച്ച സ്കൂളാണ്, അവധൂതാശ്രമത്തിൻ്റെ സ്ഥലമാണ് ഇന്ന് സദാനന്ദപുരത്തെ ഗവൺമെൻറ് സ്കൂളായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട്, ഇപ്പം തൃശ്ശൂർ തന്നെ ധാരാളം ഉണ്ട്. ഇതെല്ലാം ഉള്ളത് അതൊക്കെ സർക്കാരിനെ ഏറ്റെടുത്ത് നടത്താന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം വേണമെങ്കിൽ ഏറ്റെടുക്കാവുന്നതാണ്. അല്ല ഇതൊക്കെ അപ്പോൾ സർക്കാർ ഏറ്റെടുക്കുന്ന, അതാണ് നിങ്ങൾ അതിനുകൊണ്ട് ജെനുവിൻലി ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ സേവനമാണെങ്കിൽ നിങ്ങളത് സർക്കാരിന് കൊടുക്കുന്നുണ്ട്, എന്താ കുഴപ്പം? സർക്കാരിൻ്റെ ശ്രദ്ധ ഉണ്ടാകുന്നതുകൊണ്ട് എന്താണ് പേടിക്കേണ്ട കാര്യം തന്നെ. ഇപ്പോഴുള്ള സംവിധാനം ഒന്നും മാറാനും പോകുന്നില്ല. അതെ, ഇതേ അധ്യാപകർ ഇതേ ശമ്പളം എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അതെ, ഒരാളുടെ കൂടെ ശ്രദ്ധ വരുമ്പോൾ കൂടുതൽ നന്നാവാനാണ് സാധ്യത. അതെ അല്ലേ? അതെ. ഇപ്പോൾ മദർ തെരേസയെക്കുറിച്ച് അങ്ങ് ഒരു സ്ഥലത്ത് പറഞ്ഞായിട്ട് മദർ തെരേസയും ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം എന്നതിൻ്റെ മറവിൽ മറ്റു പലതുമാണോ ചെയ്തിരുന്നത്? തീർച്ചയായിട്ടും അത് ഒരുപാട് അതിനെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങളും അതിൻ്റെ വിമർശനങ്ങളും ഒക്കെ ഉള്ളതാണ്. കാരണം ഇപ്പോൾ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു ഇതിനെ എടുത്തുകൊണ്ട് ആ ഏറ്റവും ദൈന്യനായവനെ പിടിച്ച് സ്വന്തം മതത്തിലൊരാളുടെ എണ്ണം കൂട്ടുകയാണ്, അയാളുടെ വേദന പരിഹരിക്കുകയല്ല തെരേസ ചെയ്തിരുന്നത്. ഇതുപോലെ ഫണ്ടുകൾ ഒഴുക്കി ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സ്വന്തം ഓർഗനൈസേഷൻസിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്തിരുന്നത് മുഴുവൻ. ഈ മതത്തിലേക്ക് മാറിയില്ലെങ്കിൽ കുഷ്ഠരോഗം മാറില്ലേ? മതത്തിലേക്ക് മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നാരായണ ഗുരുദേവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാതിരിമാർ ചോദിക്കുന്നുണ്ട്,
അതായത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു ജനിച്ചു എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് തന്നെ എല്ലാവരും രക്ഷിക്കപ്പെട്ടുല്ലോ. പിന്നെ വീണ്ടും പിന്നെ നിങ്ങൾ എന്തിനാ അത് മാറണേന്ന്? അപ്പം ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ ഉത്തരവൊന്നുമില്ല. അല്ല, ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ എന്തിനാണ് മതം മാറുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ല, അടിസ്ഥാനപരമായിട്ട് ഈ നിലനിൽക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ എന്തിന് മതം മാറുന്നു? നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ എന്തിന് മതം മാറുന്നു? ഒരു ആണിന് പെണ്ണിനെയും നിങ്ങൾ പെണ്ണിനെ ആണിനെ സ്നേഹിക്കാൻ അതായത് എന്തിനാ മതം നിങ്ങൾ മാറുന്നത്? മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ മതം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിച്ചാൽ പോരെ? അപ്പം അതെ. അതൊക്കെയും രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകളാണ്. അതിൽ മതപരമായിട്ടോ ധാർമ്മികപരമായിട്ടോ ജീവകാരുണ്യ പ്രവർത്തനപരമായിട്ടോ ഒന്നുമില്ല. ഇപ്പോൾ കുംഭമേളയിലെ വൈറലായ പെൺകുട്ടിയുടെ കല്യാണം വരെയും കൃത്യമായ അജണ്ടയുടെ പുറത്ത് നടന്നിട്ടുള്ളത് തന്നെയാണ്. അജണ്ടയുടെ പുറത്ത് നടന്നിട്ടുള്ളതെന്ന് മാത്രമല്ല, അതിലേറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ഭീകരമായ ഒരു വസ്തുത, അപ്പം നാട്ടിൽ ഒരുപാട് ക്രൈം പലരും ചെയ്യുന്നുണ്ട്. ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാനോ ഇവൻ പോലീസ് സംവിധാനത്തിനോ അധികാര സംവിധാനത്തിനോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നൊന്നുമില്ല. പലതും നടന്നു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അറിയാനോ ഇടപെടാനോ ഒക്കെ പറ്റുക. പക്ഷേ 2 പേര് വന്നിട്ട് എന്തൊക്കെയോ കടലാസ് കാണിച്ചിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ആ സുപ്രഭാതത്തിൽ കേരളത്തിലെ മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും എം പിമാരും ഒക്കെ നിന്നിട്ട് അവരുടെ കാർമ്മികത്വത്തിൽ നടത്തി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നടത്തി കൊടുക്കുന്ന സമയത്ത് നടത്തി കൊടുക്കുന്നതുകൊണ്ട് ഇതൊന്നുമില്ല. നടത്തി കൊടുക്കുമ്പോൾ ഇവരാരാണ്, ഇവരെവിടെ നിന്ന് വരുന്നു, ഇവർ കൊണ്ടുവരുന്ന രേഖകളുടെ ജെനുവിനിറ്റി എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം ഉള്ളവർക്കുണ്ട്. അല്ല, ഉത്തരവാദിത്തം ഇല്ലാത്തവരായതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ നടക്കുന്നത്. അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് കല്യാണം നടത്തി കൊടുക്കലാണോ മന്ത്രിമാരുടെ പണി? ഇവരെന്താ അല്ല. ഇത്രയും തിരക്കിട്ട് ഓടിയത് എന്തിനാണ്? അല്ല, അതാണ്. അതായത് തിരക്കിട്ട് ഓടുന്നത് എന്തിനെന്നുള്ളതാണ്. ഇപ്പം ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ സാമൂഹികപരമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാമൂഹിക ദൗത്യം ഏറ്റെടുത്തു. ഏറ്റെടുക്കാം. പക്ഷേ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിക്കണം. ഇപ്പോൾ വേറൊരു നേതാവ് പറഞ്ഞത് അങ്ങനെയുള്ളൊരു കാര്യത്തിന് മറ്റേ പ്രായപൂർത്തിയായോ എന്നുള്ള സാങ്കേതികതയൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് ചില വിഷയങ്ങളിൽ സാങ്കേതികം നോക്കേണ്ട കാര്യമില്ല. എം.എ. ബേബി ഒന്നാമത്തത് ഒരു കാര്യവും വകതിരിവോടുകൂടി പറയാൻ ശേഷിയുള്ള ഒരാളല്ല അയാൾ. അങ്ങനെ പറയരുത്. പാർട്ടിയുടെ ബുദ്ധിജീവിയായിട്ട് ഇപ്പം നിലവിൽ അല്ല, അത് നിങ്ങൾ ഒരു വാചകം പോലും അദ്ദേഹം ക്രമത്തോടു കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം അത്ര ക്ലാരിറ്റി ഇല്ലായ്മ അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈ ലോ അതൊരു റേപ്പാണ്. അതെ അതെ അതിനെ ന്യായീകരിക്കുകയാണ്. അതായത് അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്വമില്ലായ്മ ആണ് ഉത്തരവാദിത്വമുണ്ടാകണം എന്ന് കരുതുന്ന അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഭീകരമായ വസ്തുത. തിരിച്ചാണെങ്കിൽ അതായത് ഒരു ഹിന്ദു പയ്യനൊരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ വരും? അല്ല, അതിപ്പോൾ അവരെന്നെ പറയേണ്ട കാര്യമാണ്. നമുക്ക് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിലും വരരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ല, എവിടെയും ഇവരുടെ പണി അതല്ല, കല്യാണം നടത്തി കൊടുക്കലല്ല. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് സ്വാമി അത് തന്നെ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ